എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് BBA മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് ഫസ്റ്റ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ദാറ്റ് ഈസ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് എന്നും നമുക്ക് സൂചിപ്പിക്കാം. കാരണം ആ ഒരു ഏരിയയും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻലി ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ, അപ്രോച്ചസ് ടു മാനേജ്മെന്റ്, മാനേജ്മെന്റ് പ്രോസസ്, ബേസിക് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് എ മാനേജർ, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, overview of functions of management like planning, organizing, staffing, directing and controlling. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് മാനേജ്മെന്റ് എന്ന് വളരെ കൃത്യമായി അറിയുക എന്നതാണ്. മാനേജ്മെന്റ് കോൺസെപ്റ്റുകൾ എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ ചെറിയ ചെറിയ കാര്യം പോലും നമ്മൾ വളരെ നീറ്റായി മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ബിസിനസിന്റെ എല്ലാ ഫങ്ഷൻസും ആക്ടിവിറ്റീസുകളും വളരെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യേണ്ടതും കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ബിസിനസ്സിലെ ആളുകളെ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടുത്തെ പ്രോസസ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാനേജ്മെന്റ് ഒരു ഡിസിപ്ലിനായി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് അക്കാഡമിഷ്യൻസ് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ബേസിക് റീസൺ ബിഹൈൻഡ് ദിസ് ഫിനോമിനൻ is a growing importance of management in our day-to-day life of the people. അതായത് മനുഷ്യർ എന്ന രീതിയിലും ബിസിനസിന്റെ ഒരുപാട് രീതിയിലുള്ള പുരോഗമനത്തിലും മാനേജ്മെന്റിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഓക്കെ, സോ നമ്മുടെ സ്ഥാപനത്തിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ മാനേജ്മെന്റിൽ ഒരുപാട് കോൺസെപ്റ്റ്സുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ലൈക്ക് എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. അതായത് ഒരു ഒറ്റ വിഷയം മാത്രം അടങ്ങി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് അതൊരു മൾട്ടി ഡിസിപ്ലിനറി എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം ടീച്ചേഴ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ തന്നെ പഠിച്ചെടുക്കാനുണ്ട്. പല ആളുകളും പല രീതിയിൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പല രീതിയിൽ സെപ്പറേറ്റ് ആയി കിടക്കുന്ന ആക്ടിവിറ്റികളെ കോർഡിനേറ്റ് ചെയ്ത് അതിൽ നോൺ ഹ്യൂമൺ ഉണ്ടാവാം, ഹ്യൂമൻ ഉണ്ടാവാം, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ആ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കൺസെപ്ച്വൽ, തിയറിറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ പർപ്പസ് ആസ് എ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് ക്രിയേറ്റ്, ഡയറക്റ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് purposive organization through systematic, coordinated, cooperative human effort. ഈ ഒരു ഡെഫിനിഷൻ മെക്ഫെർണാൾഡ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡാൽട്ടൺ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് മേരി പാക്കർ ഫോളറ്റിന്റെ ഒക്കെ ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾ +2 കൊമേഴ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അല്ലെങ്കിൽ പീറ്റർ ഓഫ് ഡ്രക്കറുടെ ഡെഫിനിഷൻ ഉണ്ട്, എന്താണ്, മാനേജ്മെന്റ് ഈസ് വാട്ട് എ മാനേജർ ഡസ്. അങ്ങനെ നിങ്ങൾക്ക് പറയാനും മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഏതാണോ ഉള്ളത് അത് പഠിച്ചാൽ മതി. ഹെറോൾഡ് കൂൺസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റിനെ, ലൈക്ക് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അതായത് ഫോർമലി ഓർഗനൈസ് ചെയ്ത ഗ്രൂപ്പിൽ നിന്നും ആളുകളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ആർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
ക്ലിയർ അല്ലേ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതി തന്നെ ചോദിക്കണം. സോ ഈ ഒരു ഏരിയയിൽ എനിക്ക് പറയാനുള്ളത് മാനേജ്മെന്റിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ നോക്കേണ്ടത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് മാനേജ്മെന്റിന്റെ നേച്ചർ? മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാനുണ്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അപ്പൊ മാനേജ്മെന്റിന്റെ എന്ത് നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. മാനേജ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു ഒറ്റ സബ്ജക്റ്റ് മാത്രം നിലനിൽക്കുന്ന ഒരു ഏരിയ അല്ല മാനേജ്മെന്റ്. മാനേജ്മെന്റില് സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സുകൾ കൂടിച്ചേർന്ന ഒരു കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിനറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സബ്ജക്ട്സ് എന്നാണ്. ഒരൊറ്റ സബ്ജക്ട് മാത്രമല്ല, ഒത്തിരി സബ്ജക്റ്റുകളുടെ ഒരു സമാഹാരമാണ് എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് നേച്ചർ ഉള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിന് പുറമെ ഒത്തിരി എൻവിയോൺമെന്റ് ഉണ്ട്. ലൈക്ക് എക്കണോമിക് എൻവിയോൺമെന്റ്, സോഷ്യൽ എൻവിയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവിയോൺമെന്റ്, ലീഗൽ എൻവിയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവിയോൺമെന്റ്, ഒത്തിരി എൻവിയോൺമെന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് പുറമെ നടക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഈ എൻവിയോൺമെന്റിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ സ്ഥാപനത്തിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ള എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാനുള്ള ഒരു കഴിവ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് വളരെ ശക്തമായതും എഫക്റ്റീവ് ആയതുമായ ഒരു മാനേജ്മെന്റ് വേണം. So in the field of management, organization researchers are being carried on to establish principle in changing society, and no principles can be regarded as the final truth. അതായത് ഒരിക്കലും നമ്മൾ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ കാലവും അത് തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം എൻവിയോൺമെന്റ് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ്, ഇറ്റ് ഈസ് എക്സാക്ട്ലി വെരി ഡൈനാമിക്. ഓക്കെ, സോ അങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻവിയോൺമെന്റിൽ അനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാവണമെങ്കിൽ വി ഷുഡ് ഹാവ് എ പ്രോപ്പർ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്, ആപേക്ഷികമാണ്. അതൊരിക്കലും അബ്സല്യൂട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥാപനത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അതായത് ഓരോ സ്ഥാപനത്തിനനുസരിച്ച് ആ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം ഈ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം, പ്ലേസ്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യാസമായിരിക്കും. Okay, so a particular management principle has different strengths in different conditions, and therefore principles of management should be applied in the light of prevailing condition. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഐഡിയാസ് ഉണ്ട്. പക്ഷെ എല്ലാ ഐഡിയാസും നമ്മൾ ഒരുപോലെ അല്ല എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാറ്. അത് നമ്മൾ അവസരത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ദാറ്റ് ഈസ് മാനേജ്മെന്റ് സയൻസ് ഓർ ആർട്ട്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരേ സമയം ആർട്ടുമാണ് സയൻസുമാണ്. സയൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ കൺസിസ്റ്റൻസിയും സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷനും ക്രിട്ടിക്കൽ ഇവാലുവേഷനും എക്സ്പെരിമെന്റ് അനാലിസിസും ഒക്കെ ഉള്ള വളരെ സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ട് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റും അങ്ങനെ തന്നെയാണ്. മാനേജ്മെന്റ് ഒരു സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ സയൻസിന്റെ കുറെ കാര്യങ്ങൾ മാനേജ്മെന്റിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് മാനേജ്മെന്റ് എന്ന് പറയുമ്പം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് ഒത്തിരി നാളത്തെ എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷൻസിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് എന്ത് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാനേജ്മെന്റ് സയൻസിന്റെ ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ആർട്ടിന്റെ കേസും. മാനേജ്മെന്റ് ഒരു ആർട്ടുമാണ്. ഇപ്പൊ ഒരു മാനേജർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു മാനേജർ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. അത് ഡിഫറെന്റ് ആണ്, റൈറ്റ്? സോ
ആർട്ട് അങ്ങനെ തന്നെയല്ലേ, ഒരാൾ പാട്ട് പാടുന്ന പോലെ ആയിരിക്കില്ല അതേ പാട്ട് വേറൊരാൾ പാടുമ്പോ ഉണ്ടാവാം. അത് മാത്രല്ല, ആർട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് നോളജിന്റെ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെയാണ് മാനേജറും. മാനേജർ ഒരു നല്ലൊരു ആർട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അത് അത്രയും ബെറ്റർ ആവുന്നത്. അയാളുടെ ഉള്ളിലുള്ള ആ ഒരു അറിവും കഴിവും പേഴ്സണലി അപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ് തന്നെ അവിടെ നടക്കുന്നത്. സോ മാനേജ്മെന്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ നോളജ് ബെറ്റർ. എ ബെറ്റർ മാനേജർ ഈസ് വൺ ഹൂ നോസ് ഹൗ ടു അപ്ലൈ ദ നോളജ് ഇൻ സോൾവിങ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അറിവുണ്ടായിട്ട് കാര്യമില്ല, ഈ അറിവ് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നും കൂടി അയാൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ക്ലിയർ? അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ആർട്ടിന്റെയും സയൻസിന്റെയും ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്നും സയൻസ് ആണെന്നും പറയാം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. നമുക്കറിയാം പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചർ ഒരു പ്രൊഫഷൻ ആണ്, ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ലോയർ, ഇതെല്ലാം ഒരു പ്രൊഫഷൻ ആണ്. ബിക്കോസ് എ പ്രൊഫഷൻ മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ട്രെയിനിങ്, ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട്, അതുപോലെ തന്നെ അതിലും സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്തിലും വരുന്നുണ്ട്? മാനേജ്മെന്റിലും വരുന്നുണ്ട്. ബിക്കോസ് മാനേജേഴ്സിന് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് വേണം, ഫോർമൽ എഡ്യൂക്കേഷൻ വേണം, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് വേണം, വാല്യൂസ് പ്രിൻസിപ്പിൾസ് വേണം, പിന്നെ അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്, സർവീസ് മോട്ടീവ് ഉണ്ട്. ഓക്കെ, സോ പ്രൊഫഷൻ ഒരു ഒക്യുപ്പേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാനേജ്മെന്റ് നമുക്ക് ആ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ പ്രൊഫഷന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയാം. ആൻഡ് ഫൈനലി, യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് നമുക്ക് ഒരു കോൺസെപ്റ്റ് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് മാനേജ്മെന്റ് പ്രോസസ്സ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അപ്ലൈ ചെയ്യാം. അതിന്റെ ആ ഒരു സൈസിനനുസരിച്ച് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുക വേണം എന്നാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് ഉണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് മാനേജ്മെന്റിന്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മാനേജ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി ആണ്, ഡൈനാമിക് ആണ്, റിലേറ്റീവ് ആണ്, മാനേജ്മെന്റ് സയൻസും ആർട്ടുമാണ്, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ്, യൂണിവേഴ്സലി അപ്ലിക്കേഷനും ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്രിയേറ്റീവ് ഡൈനാമിക് മാനേജ്മെന്റ് ഈസ് ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എനി ബിസിനസ്. ഏതൊരു ബിസിനസിന്റെയും സക്സസ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവും ഡൈനാമിക്കുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, so in today's marketplace, change is rapid and managers are expected to deal with a broad set of issues and needs. അതായത് നമ്മുടെ നിലവിലുള്ള മാർക്കറ്റില് പല തരത്തിലുള്ള മാറ്റങ്ങളാണ് ഡേ ബൈ ഡേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ഇഷ്യൂസിനെ എക്സ്പെക്ട് ചെയ്യണം, ആളുകളുടെ നീഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. സോ അങ്ങനെയാണ് അവര് പല തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്ന രീതിയിലേക്കുള്ള ഒരു മാനേജ്മെന്റ് കോൺസെപ്റ്റ്സിലേക്ക് വളർന്നു വന്നത്. സോ ഇറ്റ് വാസ് 100 years ago, 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അവിടെ ഒരു തുടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറെ കൂടി ചേഞ്ച് ആയിട്ടുണ്ട്. തൊഴിലാളികളോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ടെക്നോളജിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാനേജ്മെന്റ് ഫിലോസഫീസ് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് അല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ടൂൾസ് ആയിട്ട്. ഓക്കെ, ഒത്തിരി ടെക്നിക്സ്, സ്ട്രാറ്റജീസ്, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, റൈറ്റ്? സോ ദ ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് thought was been evolutionary in nature under the following 4 parts. 4 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ പറയാം. പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് എറ ബിഫോർ 1880 and classical management era 1880 to 1930,
Neoclassical management era 1930 to 1960 and modern management era 1950 onwards. ഈ രീതിയിൽ 4 പാർട്സ് ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് ഒരു വളർച്ചയെ നമുക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സോ ഇത് നമുക്ക് ഓരോന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്യൂറിംഗ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് എറ valuable contributions were made by churches, military organizations and writers like Charles Babbage and Robert Owen. Okay. അപ്പോൾ ഈ ഒരു പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് എറയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസും കൊടുത്തിട്ടുള്ളത് ചേർച്ച്സും പിന്നെ മിലിറ്ററി ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ റൈറ്റേഴ്സ്, അതുപോലെ ചാൾസ് ബാബേജ്, റോബർട്ട് ഓവൻ പോലെയുള്ള ആളുകളായിരുന്നു ഈ ഒരു പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് എറയിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തത്. A school of thought emerged in this era is known as pre-scientific management school. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ആവിർഭവിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട്, ഒരു ചിന്തയായിരുന്നു എന്ത്? പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾ. അതായത് ഒരു സയന്റിഫിക് മാനേജ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. So the earliest management philosophy, പണ്ടുള്ള ഒരു മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറയുന്നത് it was classical perspective emerged in the 19th and the early 20th century in response to a problem business grapple with today: how to make business efficient operating machines. ആ ഒരു സമയത്ത് നമ്മൾ അഡ്രസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിപ്പോഴും ഉണ്ട്. എങ്ങനെയാണ് ബിസിനസ് ഒരു എഫിഷ്യന്റ് ഓപ്പറേറ്റിംഗ് മെഷീൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ കുറെ കൂടി എങ്ങനെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻ ഫാക്ടറി സിസ്റ്റത്തിൽ managers had the challenge of coordinating a huge unskilled labor force. അതായത് മാനേജ്മെന്റിന് ഒത്തിരി അൺസ്കിൽഡ് ആയിട്ടുള്ള, അതായത് കഴിവ് കുറച്ച് കുറഞ്ഞതായിട്ടുള്ള ലേബർ ഫോഴ്സിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവരെ കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കോംപ്ലക്സ് പ്രൊഡക്ഷൻ സിസ്റ്റം ആയിരുന്നു. അതായത് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരുന്നു ഓപ്പറേഷൻസ് ഒക്കെ. ഓക്കെ, so the classical theorists like F.W. Taylor and Henry Fayol concentrated on organizational structure for the accomplishment of organizational goal. So ഈ ഒരു സമയത്ത് ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന F.W. ടൈലർ, അതായത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. ഹെൻറി ഫയോൾ, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് ഹെൻറി ഫയോൾ. F.W. ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഇവര് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, അതായത് F.W. ടൈലർ, അദ്ദേഹത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആയിരുന്നു, which proposed that productivity could be improved only by a series of precise procedures developed from a scientific observation of a situation. അതായത് ഒരു സിറ്റുവേഷനെ വളരെ ശാസ്ത്രീയപരമായി നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വളരെ നീറ്റ് ആൻഡ് പ്രിസൈസ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാം, അതുവഴി എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു അപ്രോച്ചിൽ അദ്ദേഹം സ്റ്റാൻഡർഡൈസ്ഡ് ലേബർ ആൻഡ് ട്രെയിനിങ് എന്നുള്ള ഒരു ആശയം പറഞ്ഞു, എംപ്ലോയി ട്രെയിനിങ് പറഞ്ഞു, ആൻഡ് ടൈഡ് കോമ്പൻസേഷൻ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഇതെല്ലാമാണ് പറഞ്ഞത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് ലേബേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക, അതായത് സയന്റിഫിക് ആയിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും അതിനൊരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അതിൽ താഴോട്ട് പോവാതെ അതിന് മുകളിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കാം എന്ന് നോക്കുന്ന രീതിയിലേക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് പാസ് മാർക്ക് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് പോലെ ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അത് നമ്മുടെ ക്വാളിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കണം, ഒരു എംപ്ലോയിനെ നമ്മൾ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം. പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം. ഓക്കെ, നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കാം, മോശം പ്രവർത്തിക്കുന്നവർക്ക് കുറഞ്ഞ രീതിയിലുള്ള കൊടുക്കാം. അങ്ങനെ
ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് ഇതെല്ലാം highly successful ആയിരുന്നു ഈ ഒരു അപ്രോച്ച്. Okay, so this approach did not take into consideration the diversity of the abilities and needs within the workforce. ആ ഒരു കാര്യം ഇതിൽ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കിയെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതായത് ഒരു കാര്യം ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഡൈവേഴ്സിറ്റി ഓഫ് എബിലിറ്റീസ്. അതായത് എബിലിറ്റീസ്, കഴിവുകളിലെ ഡൈവേഴ്സിറ്റീസ്. ഇപ്പൊ ഒരാൾക്ക് തന്നെ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകളെയൊക്കെ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി the neoclassical writers like the Elton Mayo and Chester and Bernard tried to improve upon the theories of classical writers. അത് ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ ഓൾറെഡി അവര് എഴുതി വെച്ചിട്ടുള്ള തിയറീസ് ഒക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിട്ടുള്ള എൽട്ടൺ മയോ, ചെസ്റ്റർ വൺ ആൻഡ് ബെർണാഡ് ഒക്കെ ട്രൈ ചെയ്തിരുന്നു. അവരെന്താ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് they suggested improvements for the good human relations in the organization. നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻസ്, ഹ്യൂമൻ റിലേഷൻ, മനുഷ്യർ തമ്മിൽ അങ്ങോട്ടേക്കുള്ള ആ ഒരു റിലേഷൻസ് എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആക്കാം, ഇംപ്രൂവ് ചെയ്യാം, അതെങ്ങനെ സ്ഥാപനത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. A crucial shift in management philosophy came in 1920s with a new emphasis on human behavior, needs and attitudes in the workplace over the economy and efficiency of production. അതായത് ഈ ഒരു സമയത്ത്, അതായത് 1920-കളില് മാനേജ്മെന്റ് ഫിലോസഫിയിൽ വളരെ ഇമ്പോർട്ടന്റ്, വൈറ്റൽ ആയിട്ടുള്ള നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടായി. ആ ഒരു സമയത്ത് അവർ കൂടുതലും ഊന്നൽ കൊടുത്തിരുന്നത് മനുഷ്യന്റെ, ഹ്യൂമന്റെ ബിഹേവിയർ, എങ്ങനെ മനുഷ്യൻ വ്യത്യസ്ത സിറ്റുവേഷനുകളിൽ ബിഹേവ് ചെയ്യുന്നു, അവന്റെ ആവശ്യങ്ങൾ എന്തെല്ലാം, വർക്ക് പ്ലേസിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, മനോഭാവം എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയുടെയും നമ്മുടെ പ്രൊഡക്ഷന്റെയും എഫിഷ്യൻസിനെ ബാധിക്കുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ആണ് കുറെ കൂടി ആ സമയത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. So this new way of thinking led the way for the human resource perspective. ഇപ്പൊ നമ്മൾ കാണുന്ന HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് HR ലുള്ള ആളായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റത്തിലേക്കുള്ള തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ്, അതായത് മനുഷ്യൻ അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് പറയുന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ നട്ടെല്ല്, ദേ ആർ ദ ബാക്ക് ബോൺ. ഓക്കെ, അപ്പൊ അവരെ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അതായത് ഒരു വിഭവമായിട്ടാണ്, മനുഷ്യ വിഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരിക്കലും പാഴായി പോകരുത്. ഏതൊരു വിഭവവും വളരെ നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മറ്റേത് റോ മെറ്റീരിയൽ പോലെ തന്നെ. ഓക്കെ, സോ ദീസ് workforce should be fully utilized. So as opposed to the tools from which they extract the utility, it suggests that beyond the needs for worker inclusion, supportive leadership, organizations should design jobs to meet the high needs of their employees and utilize their full potential. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫിന്റെ ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ ഫുൾ പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് സെൻസിൽ യൂസ് ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. സോ ഈ ഒരു പെർസ്പെക്റ്റീവ് എന്തിലേക്കുള്ള ഒരു വഴിയൊരുക്കി? ദ വേ ഫോർ ദ റോൾ ദാറ്റ് ഹ്യൂമൻ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്ലേ ഇൻ ഓർഗനൈസേഷൻസ് ടുഡേ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിലവിൽ കാണുന്ന HR ഡിപ്പാർട്ട്മെന്റിന് വഴിയൊരുക്കിയത് ഈ ഒരു ചിന്തയായിരുന്നു, ഹ്യൂമൻ റിലേഷൻ, ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, and ഇപ്പോ the modern management thinkers like Robert and Herbert Simon, ഇവരെല്ലാവരും എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം, ഒരു സിസ്റ്റം ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, സീക്വൻഷ്യൽ ഓർഡർ ഉള്ള ഒരു ടൈം ബൈ ടൈം ആയിട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം ആയിട്ടാണ് നിലവിൽ നമ്മളൊരു മാനേജ്മെന്റിനെ ഈ മോഡേൺ തിങ്കേഴ്സ് കാണുന്നത്. They also consider the impact of environment on the effectiveness of the organization. നമ്മുടെ എൻവിയോൺമെന്റ്, ബിസിനസ് എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, the social system school, the decision theory school,
quantitative management school, the systems management school, etc. are the contributions to the modern management era. അപ്പൊ modern management era ഇതിലേക്കുള്ള contributions ആണ് ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം. അതൊന്ന് നമ്മളൊന്ന് sum up ചെയ്ത് പറയുകയാണെങ്കിൽ early management approach which was represented by scientific management, the administrative management theory and the human relations movement. അതായത് ആദ്യ കാലങ്ങളിൽ മാനേജ്മെന്റ് അപ്രോച്ചസ് കൂടുതലായും റെപ്രസെന്റ് ചെയ്തിരുന്നത് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് ഇതിലൊക്കെയായിരുന്നു. എന്നാൽ മോഡേൺ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുതലും സയന്റിഫിക് മാനേജ്മെന്റിലും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലും സയൻസ് അപ്രോച്ചുകളിലുമാണ്, സിസ്റ്റം അപ്രോച്ചുകളിലാണ് അല്ലെങ്കിൽ കണ്ടിജൻസി അപ്രോച്ചുകളിലൂടെയാണ് അത് കൂടുതലായിട്ട് ഒരു ഊന്നൽ കൊടുക്കുന്നത്, എംഫസിസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. നല്ല രീതിയിൽ ഈ കോൺസെപ്റ്റ്സുകളെല്ലാം മനസ്സിലാക്കുന്നത് എക്സാമിന് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ.